അന്ന് ഞാൻ ആ വീട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് ചെറിയ പ്രായമാണ്, 10 വയസ്സെങ്ങാനുമേ ഉള്ളൂ. ഞാനന്ന് നബിതങ്ങളുടെ വീടിൻ്റെ റൂഫ് എൻ്റെ കൈകൊണ്ടിങ്ങനെ തൊട്ടു നോക്കിയപ്പോൾ എനിക്ക് തൊടാൻ സാധിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഹസനുൽ ബസ്വരി റളിയല്ലാഹു തആല. എന്ന് പറഞ്ഞാൽ അത്രയും ലാളിത്യമുള്ള വീടായിരുന്നു നബിതങ്ങളുടെ വീട് എന്നർത്ഥം. ആ വിവാഹം നടക്കുന്നത് മദീനയിൽ ചെന്നതിൻ്റെ ശേഷമാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ ഖിത്ബത്ത് ചെയ്ത് ഒരൽപ്പകാലം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നബിതങ്ങളുടെ ഭാര്യയായി ബന അലൈഹ എന്ന് പറയുന്ന ഒരുമിച്ച് ജീവിക്കുന്ന സമയം മദീനയിലെത്തിയതിൻ്റെ ശേഷമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു ഊഞ്ഞാലിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മ പറഞ്ഞു, മോളെ വരിൻ, ഒന്ന് കൈയും കാലും ഒക്കെ ഒന്ന് കഴുകി മോളൊന്ന് വൃത്തിയായിട്ട് വാ. എന്താ ഉമ്മ? ഒന്നുമില്ല, മോളൊന്ന് വൃത്തിയായിട്ട് വാ. വൃത്തിയായി വന്നു, കൈ പിടിച്ചിട്ട് ഉമ്മ പറഞ്ഞു, നമുക്ക് നബിയുടെ വീട്ടിലേക്ക് പോവാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു, മോളെ ഇന്ന് മോളുടെ കല്യാണമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാനൊന്നും അറിഞ്ഞില്ല. എന്നെ കൈപിടിച്ച് അകത്ത് കയറ്റി അൻസ്വാരികത്തായ പെണ്ണുങ്ങൾ അവിടെയുണ്ട്, അവര് ആശീർവദിക്കുന്നുണ്ട്, എനിക്ക് തഹാനിയും തബ്രീക്കാത്തൊക്കെ നൽകുന്നുണ്ട്, ആശംസകളൊക്കെ നേരുന്നുണ്ട്. എന്നിട്ട് ഒരൽപ്പനേരം കഴിഞ്ഞ് അവരെന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിനകത്തേക്ക് എന്നെ ആക്കി തന്നു. അങ്ങനെയാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അന്ന് ഭക്ഷണം വെച്ചിട്ടില്ലായിരുന്നു. സഅദ് റളിയല്ലാഹു അൻഹു മദീനയിലെ പ്രമുഖനായ സ്വഹാബിയാണ്, മുതലാളിയാണ്. നബി തങ്ങൾക്ക് വീട്ടിലേക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു. സഅദ് തങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ഭക്ഷണ തളിക കൊടുത്തയച്ചു. അതായിരുന്നു ഞങ്ങളുടെ കല്യാണത്തിന്റെ ഭക്ഷണമെന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. നമുക്കൊക്കെ ആലോചിക്കാൻ പറ്റുമോ ഇങ്ങനൊരു കല്യാണം? ഒരു ചെലവുമില്ല, വളരെ സിമ്പിളായിട്ട് വിവാഹം നടന്നത് അങ്ങനെയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഹബീബിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ബിൻതു സിദ്ദീഖ്, സിദ്ദീഖ് എന്നവരുടെ മോളാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അവര് പറഞ്ഞിട്ടുണ്ട്, നബിക്ക് എന്നോട് വല്ലാത്ത ഇഷ്ടമുണ്ടായിരുന്നു. എന്റെ വിഷയത്തിൽ 11ഓളം ആയത്തുകൾ സൂറത്തുൻ നൂറിൽ അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. അത് നബി തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ എൻ്റെ ഉമിനീര് തട്ടിയ മിസ്വാക്ക് എടുത്ത് മിസ്വാക്ക് ചെയ്തതിൻ്റെ ശേഷമാണ്. അതുമല്ല, നബി തങ്ങൾ എൻ്റെ മടിയിൽ തല വെച്ചുകൊണ്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഇതൊന്നും മറ്റൊരാൾക്കും കിട്ടിയിട്ടില്ലല്ലോ എന്ന് അഭിമാനം പറയുമായിരുന്നു ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. സന്തോഷം വിളയുകയാണ് അവിടെ. മഹദി റളിയല്ലാഹു തആല അൻഹ നല്ല പ്രായത്തിലും കവിഞ്ഞ പക്വതയും ശാരീരിക വളർച്ചയും ഉണ്ടായിരുന്നു ആയിഷ ബീവിക്ക് റളിയല്ലാഹു അൻഹ. വളരെ ചെറുപ്പത്തിലാണ് കല്യാണം കഴിയുന്നത്. ചില ആളുകളൊക്കെ ആ വിഷയത്തെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിന് വഹി വരുമ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കാണിച്ചു കൊടുത്തിട്ട്, നബിയെ ഇവരങ്ങയുടെ ഭാര്യയാണ്, നബിയെ ഇവരങ്ങയുടെ ഭാര്യയാണ്. ആരുടെ മോളാണ്? സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മോളാണ്. വിവാഹ ആലോചന വരുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖൈർ, അള്ളാഹുവിന്റെ റസൂലാണല്ലോ എനിക്ക് ഖൈർ. പക്ഷേ എൻ്റെ മോളെ ഇപ്പൊ ഒരാൾ കല്യാണം അന്വേഷിച്ച് പോയതേ ഉള്ളൂ, ഉറപ്പ് കൊടുത്തിട്ടില്ല. അവരോടൊന്ന് പറഞ്ഞ് നബിതങ്ങൾക്ക് ഞാൻ എൻ്റെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞാൽ, ആ പ്രായത്തിൽ നബിതങ്ങൾ കല്യാണം ആലോചിക്കും മുമ്പേ ആയിഷ ബീവി മഖ്തൂബത്തായിരുന്നു. വിവാഹ ആലോചന നടത്തപ്പെട്ടിട്ടുണ്ട്. അന്നതൊരു പ്രശ്നമല്ല. ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അത്ര നേരത്തെ കല്യാണം എന്നൊക്കെ തോന്നിപ്പോവും. നമ്മുടെ ഉമ്മമാരൊക്കെ തന്നെ ഉണ്ടാവുമല്ലോ വളരെ ചെറുപ്പത്തിൽ കല്യാണം കഴിഞ്ഞവര്, 9, 10, 11, 12 വയസ്സാവുമ്പോൾ, ക്ലാസ്സിലല്ല 11, ആ സമയത്ത് കല്യാണം കഴിഞ്ഞവരില്ലേ. ചിലരൊക്കെ പറയില്ലേ, മോനെ നിന്നെ പ്രസവിക്കുമ്പോൾ എനിക്ക് 14 വയസ്സാണ് എന്നൊക്കെ പറയാറില്ലേ ഉമ്മാര്. മറിയം ബീവി റളിയല്ലാഹു അൻഹ
ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ജന്മം കൊടുക്കുമ്പോൾ മറിയം ബീവിക്ക് 14 വയസ്സായിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ, ബൈബിൾ ഗ്രന്ഥങ്ങൾ അതിന്റെ വ്യാഖ്യാനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറിയം ബീവിക്ക് അന്നതൊരു പ്രശ്നമായിരുന്നില്ല എന്നർത്ഥം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ എൻ്റെ മോളെ വിവാഹം ആലോചിച്ച ചെറുപ്പക്കാരൻ അന്വേഷിച്ചു ചെന്നു. അവരോടൊന്നും മുടക്കാൻ, കല്യാണം ഉറപ്പിച്ചിട്ടില്ല, നിങ്ങൾ എനിക്ക് വേണ്ട എന്ന് പറയാൻ മുത്തുനബി ഖൈറല്ലയോ, അവരെക്കാളൊക്കെ എത്രയും നല്ലത് അല്ലാഹുവിൻ്റെ റസൂലല്ലയോ, നബി തങ്ങളുമായുള്ള കുടുംബ ബന്ധം നാളെ അല്ലാഹു എനിക്ക് ഉപകാരപ്പെടുത്തുമല്ലോ. ചെന്ന് നോക്കിയപ്പോ പുതിയാപ്പിളയും പുതിയാപ്പിളന്റെ വാപ്പയും രണ്ടാളും ജമാഅത്തായിട്ട് കള്ളുടിച്ച് കിടക്കാൻ വീട്ടില്. സുബ്ഹാനല്ലാഹ്, രണ്ടാളും ഒപ്പത്തിനൊപ്പം കള്ളുടിച്ച് കിടക്കാൻ. അന്നേരം സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, റസൂലുള്ളാഹി ഖൈറും മിൻ ഹാദാ, എന്റെ റസൂലാണ് ഇയാളെക്കാൾ എത്രയോ നല്ലത്. അങ്ങനെയാണ് ആയിഷ റളിയല്ലാഹു അൻഹയെ മുത്ത് ഹബീബിന് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. അതാണ് ബൈത്തുൻ നുബുവ്വ, പ്രവാചകത്വത്തിന്റെ വീട്ടിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം കൊണ്ടുവരുന്നത് ഭൗതികമായ സാഹചര്യങ്ങളിലൂടെയല്ല. വീടിന്റെ വലുപ്പോ വീട്ടിലെ സൗകര്യങ്ങളോ ഒന്നുമായിരുന്നില്ല എന്നർത്ഥം. ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് നബിയോടൊപ്പം ഏറ്റവും മധുരമുള്ള രംഗങ്ങളൊക്കെ വിവരിച്ചു തന്നത്. അവിടുത്തെ കുടുംബജീവിതത്തിന്റെ ഉള്ളറകൾ ഹദീസുകളിൽ പരിധി നോക്കിയാൽ കാണാൻ കഴിയുന്നത് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ വിവരിച്ചു കൊടുത്തതാണ്. എന്നോട് എൻ്റെ ഹബീബ് പറഞ്ഞു, ആയിഷ ബീവി, ഞാനും നിങ്ങളും എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഇടക്കുണ്ടാകുമ്പോ, കുടുംബജീവിതല്ലേ അങ്ങനെ ഉണ്ടാവുക, ഇടക്കൊക്കെ പ്രശ്നം ഉണ്ടാവും. പ്രീ മാരിറ്റൽ കോഴ്സുകളും പോസ്റ്റ് മാരിറ്റൽ കോഴ്സുകളും ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ കല്യാണത്തിന് മുമ്പും ശേഷമൊക്കെ ദമ്പതിമാർ അറിഞ്ഞിരിക്കേണ്ട ചില കോഴ്സുകളൊക്കെ നടക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമ്മുടെ കുടുംബത്തിലൊക്കെ സമാധാനം തരട്ടെ. ഒരു വലിയ വിഷയമാണ്. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. ومن آياته, അല്ലാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്, വലിയ അത്ഭുതങ്ങളാണ്. എന്തെന്നറിയോ? അൻ ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജാ, നിങ്ങൾക്ക് അല്ലാഹു മനുഷ്യരിൽ നിന്ന് തന്നെ സ്ത്രീ എന്ന ഒരു ഇണയെ പടച്ചു തന്നത് അല്ലാഹു ചെയ്ത വലിയൊരു അനുഗ്രഹമാണ്. എന്തിനാത്? കലമ്പാനല്ല. എന്തിനാന്നറിയോ? ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങൾക്ക് അവരോടൊപ്പം സമാധാനമുണ്ടാവാൻ. നിങ്ങൾക്ക് സമാധാനത്തിനാണ് കല്യാണം. ചിലരൊക്കെ അങ്ങ് തമാശയൊക്കെ പറയാറുണ്ടല്ലേ, സന്തോഷം മാത്രം മതിയോ എന്നൊക്കെ ചോദിച്ചിട്ട് കല്യാണമൊക്കെ കഴിക്കണ്ടേ എന്ന് പറഞ്ഞാൽ അവൻ്റെ അർത്ഥം, അവൻ്റെ വിചാരം കല്യാണം കഴിച്ചാൽ പിന്നെ പ്രശ്നമാണെന്നാ, കല്യാണം പ്രശ്നമാണെന്നാ ചെറുപ്പക്കാരൊക്കെ വിചാരിക്കുക. അപ്പോഴാ ഒരു ഗേൾ ഫ്രണ്ടൊക്കെ മതി, എന്നാൽ പിന്നെ ആവശ്യമുള്ള വിട്ടു പോവാലോ, കല്യാണം ആകുമ്പോൾ ഒരു പ്രശ്നമാണല്ലോ. ഖുർആൻ പറയാ, വിവാഹം എന്നത് ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങളുടെ മനസ്സിന് സുക്കൂന് കിട്ടാനാണ്, സമാധാനം കിട്ടാനാണ്, നിങ്ങളെ വിഷമിപ്പിക്കാനല്ല. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങളുടെ ഖൽബിന്റെ ഇടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കി തന്നതും അല്ലാഹു അല്ലയോ എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. ഇത് വലിയ ദൃഷ്ടാന്തമാണ്, വലിയ ദൃഷ്ടാന്തമാണ്. യൂറോപ്പുകാർക്ക് ഇത് മനസ്സിലാവാറില്ല. മുസ്ലിമീങ്ങളുടെ വിവാഹം അറേഞ്ച് മാരേജുകളാണ്. ഉമ്മയും വാപ്പയും കുടുംബവും ഒക്കെ ഇടപെട്ട് അവരുടെയൊക്കെ അറിവോടുകൂടെയുള്ള വിവാഹം. ഇംഗ്ലീഷുകാർക്ക് അതറിയില്ല, അവർക്ക് ഡേറ്റിംഗ് ആണ്. കുറെ കാലം ഏതെങ്കിലും പെണ്ണിന്റെ കൂടെ കഴിയുക, അങ്ങനെ മിനിമം ഒരാൾക്ക് ഒരു 10 ആളെങ്കിലും ഉണ്ടാവുന്ന കല്യാണം കഴിക്കുന്നതിന് മുമ്പായിട്ട്, എന്നിട്ടാ പിന്നെ ആലോചിക്കുക. ചിലർ ഗർഭിണികളായി 10-ാം മാസം നിൽക്കുമ്പോഴാ പിന്നെ പോലെ പോസ്റ്റർ വരുന്നത്, ഇവര് കല്യാണം കഴിക്കുമോ ഇല്ലയോ. വലിയ സെലിബ്രിറ്റി ലോകത്തെ ഗോസിപ്പുകൾ അങ്ങനെയൊക്കെയാണ്. ഇവൻ വാപ്പയാണ്, കല്യാണം കഴിക്കണോ വേണ്ടേ, രണ്ടാളും അപ്പോഴാ തീരുമാനിക്കുക, പ്രസവം അടുത്ത നേരത്ത്. ഇങ്ങനെയൊക്കെയാണ് ലോകത്ത് അരാജകത്വം നടക്കുന്നത്.
ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഈ രണ്ടാളുകൾ തമ്മിൽ എങ്ങനെയാണ് നിക്കാഹുൽ പള്ളിക്കുള്ളിൽ നടക്കുന്നു അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നടക്കുന്നു? പെണ്ണിന്റെ വാപ്പ ചെറുക്കന്റെ കൈപിടിച്ച് എന്ന നിക്കാഹിന്റെ വചനം ചൊല്ലി കൊടുക്കുമ്പോഴേക്കും ആ പെണ്ണ് ഇയാൾക്ക് ഹലാലാവുകയാണ്. ഇവരുടെ മനസ്സുകൾ തമ്മിൽ എങ്ങനെയാ യോജിക്കുക? അവർ തമ്മിൽ കണ്ടിട്ടില്ലല്ലോ, അവരറിഞ്ഞിട്ടില്ലല്ലോ, ഒരുമിച്ച് ജീവിച്ചിട്ടില്ലല്ലോ. ഇത് വിജയിക്കുമോ? ഇത് വലിയ ചോദ്യമാണ്, ആർക്കും ചോദിക്കാം ഇത്. പക്ഷേ ഈ കല്യാണങ്ങളാണ് വിജയിച്ചത്. അതാണ് അത്ഭുതം. അങ്ങനെയാണ് നമ്മുടെ ഉമ്മയും വാപ്പൊക്കെ കല്യാണം കഴിച്ചത് അല്ലേ? നമ്മുടെ വല്യമ്മമാര് കല്യാണം കഴിച്ചത് അങ്ങനെയാണ്. ഇപ്പോഴാണ് ഇച്ചിരി പ്രയാസങ്ങളൊക്കെ തുടങ്ങിയത്. ഡിഗ്രിക്ക് കഴിഞ്ഞാൽ പിന്നെ, ഡിഗ്രി പഠിക്കാൻ പോയാൽ പിന്നെ കുട്ടികൾ, ആൺകുട്ടിയാണെങ്കിൽ ഓൻ്റെ പെണ്ണുങ്ങളേറ്റ്, പെണ്ണാണെങ്കിൽ ഓളെ വാപ്പകളേറ്റാ പോരുന്നത്. കോഴ്സ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഉമ്മാനും വാപ്പാനും പറയും കോ മതി, പെണ്ണ് പറയാൻ എനിക്ക് അവൻ മതി, അവൻ പറയാൻ എനിക്ക് അവള് മതി. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ ഒരു കാലത്തേക്ക് മാറിയിരിക്കുകയാണ്. അള്ളാഹു നല്ല ബോധം നമ്മുടെ സമൂഹത്തിന് നൽകട്ടെ. എങ്ങനെ ഇത് സംഭവിക്കുന്നു? നേരെ മറിച്ചല്ലേ ആവേണ്ടത്? ഒരുമിച്ച് കുറെ കാലം ജീവിച്ച് ഇഷ്ടവും അനിഷ്ടവും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി പിന്നെ വേണമെങ്കിൽ കല്യാണം കഴിക്കാം. ഇതാണ് യൂറോപ്പുകാരൻ ചോദിക്കുന്നത്. അതിനുള്ള മറുപടിയാണ് ഖുർആൻ നൽകുന്നത്. അറേഞ്ച് മാരേജുകളാണ് ലോകത്ത് വിജയിച്ചത്. എന്തുകൊണ്ട് വിജയിച്ചു? വമിൻ ആയാതിഹി, ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഇത് റബ്ബിന്റെ ദൃഷ്ടാന്തമാണ്. ഇതിൽ അള്ളാഹു ഇടപെടുന്നുണ്ട് എന്നർത്ഥം. നിങ്ങൾ ഹലാലായ രീതിയിൽ, അള്ളാഹു അനുവദിക്കുന്ന രീതിയിൽ ഒരു വിവാഹം ചെയ്യുമ്പോൾ അവിടെ അള്ളാഹു ഇടപെടുകയാണ്. വമിൻ ആയാതിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. അള്ളാഹു ഉണ്ട് എന്നറിയിച്ചു തരുന്നതും അള്ളാഹു നിങ്ങളുടെ റുബൂബിയത്ത് നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്നതും അതിൻ്റെ ഒരു അടയാളം നിങ്ങളുടെ വിവാഹമാണ്. ആരാണ് മനസ്സുകൾ തമ്മിൽ യോജിപ്പിച്ചത്? ഇന്നലല്ലേ നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളൂ, അവരുടെ മനസ്സുകൾ തമ്മിൽ യോജിച്ചല്ലോ. ഇതെങ്ങനെ നടന്നു? വമിൻ ആയാതിഹി, ഉത്തരം അതാണ്, ഇത് അള്ളാഹു ചെയ്തതാണ്. വേറൊരു മറുപടി ഇല്ല ഇതിന്. وَجَعَلَ بَيْنَكُمْ مَوَدَّةً وَرَحْمَةً, നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കിയതും അല്ലാഹുവാണല്ലോ. റബ്ബിന്റെ ദൃഷ്ടാന്തമല്ലേ. ലിതസ്കുനൂ ഇലൈഹാ, അവളിലേക്ക് നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ. അവളിലേക്ക് ചൊല്ലുമ്പോ, കല്യാണം കഴിച്ച് പിന്നെ നാട്ടുകാരുടെ കൂടെ നടക്കുകയാണ് അല്ല, വിവാഹം ചെയ്തു, തൻ്റെ ഭാര്യയാണ്, പിന്നെ അയാളുടെ അഭയം അവിടെയാണ്, ഭാര്യയിലാണ്. അദ്ദേഹത്തിൻ്റെ ശാരീരികമായ ആഗ്രഹങ്ങൾ, മാനസികമായ എല്ലാം നിർവഹിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും. അള്ളാഹു സമാധാനം തരട്ടെ. ഹബീബായ മുത്തുനബിയുടെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ വന്നു നിൽക്കുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, മാ ജാഅ ബിക യാ അലിയു, അലിയെ നിങ്ങൾ വരാനുള്ള കാരണം എന്താണ്? എന്തിനാ അലി തങ്ങളെ ഈ നേരത്തെ എന്താണ്? ചെറുപ്പക്കാരനായിരുന്നു അലി റളിയല്ലാഹു അൻഹു. ഒന്നുമില്ല, ലാശായി, ഒന്നുമില്ല നബിയെ, നാണം കൊണ്ട് പറയാൻ മടിയായിപ്പോയി. അപ്പൊ പെണ്ണിന്റെ വാപ്പ ഒന്ന് സഹകരിച്ചു കൊടുത്തു. തങ്ങൾ ചോദിച്ചു, ജിഇത തഖ്തുബു ഫാത്തിമ, എന്റെ മോൾ ഫാത്തിമയെ കല്യാണം ആലോചിക്കാനാണോ അലിയെ നിങ്ങൾ വന്നത്? നഅം യാ റസൂലല്ലാഹ്, അതേ നബിയെ, അത് തന്നെയാണ് എന്റെ വിഷയം. അത് നീ എങ്ങനെയാ നേരിട്ട് പറയാന്നുള്ളൊരു നാണം. പണ്ട് ഇപ്പോഴല്ല, ഇപ്പൊ പേടിപ്പിക്കല്ലേ പെണ്ണിന്റെ വാപ്പ, കെട്ടിച്ചേരോ ഇല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകുന്നു. സുബ്ഹാനല്ലാഹ്. അറബിയിൽ ഖുതുബയും ഖിതുബയും ഉണ്ട്. മിമ്പറിൽ കയറി പറയുന്നതിന് ഖുതുബ എന്ന് പറയാം. ദമ്മ് ഹർഫിന്റെ താഴെയാണോ മേലെയാണോ ഇട്ട് കൊടുക്കുന്നത്? മേലെയാണ് അല്ലേ? ഇതൊക്കെ ഖുതുബയാണ്. പ്രഭാഷണങ്ങളൊക്കെ മേലെ നിന്നിട്ടാ പറയാ. പെണ്ണാലോചിക്കുന്നതിന് ഖിതുബ എന്നാണ് പറയാ. കസർ വന്നാൽ ഒരു താഴ്മ വേണ്ടി വരുന്നതാണ്. ഖിതുബത്തുൻ നിക്കാഹ്, ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുന്നത് വളരെ വിനയത്തിലും താഴ്മയിലും ചോദിക്കുക. അതുകൊണ്ടാണ് കസർ വന്നത് എന്ന് പറയുന്നത്. ഹമാം എന്ന് പറഞ്ഞാൽ പറക്കുന്ന പ്രാവിനാ പറയാ. ഹിമാം എന്ന് പറഞ്ഞാൽ മരണമായ തുച്ഛമായ സംഖ്യയാണ്. കൊടുത്തു, എന്നാ കല്യാണം ആവല്ലേ? ഇതൊക്കെ ഒരു ദിവസമാണ് നടക്കുന്നത്. രാവിലെ വന്നു, ഉച്ചയ്ക്ക് വിറ്റ് കാശ് കൊണ്ടു കൊടുത്തു, തങ്ങൾ നിക്കാഹ് ചൊല്ലി കൊടുക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആരില്ല? ബ്രോക്കർ ഇല്ല എന്നർത്ഥം.
ബ്രോക്കർമാർ വല്ലാണ്ട് നുണ പറയേ. വീട്ടുകാർ പറയണം ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞാലും ബ്രോക്കർ പറയും പിന്നെ ഒരു പെങ്ങൾക്ക് കൊടുത്തത് 200 മറ്റേ BMW ഒക്കെ കൊടുത്തത്. സുബ്ഹാനല്ലാഹ്, മൂപ്പരുടെ കയ്യിൽ കമ്മീഷൻ കിട്ടണം, അപ്പൊ നുണ പറയാം. ഇവിടെ ആരുമില്ല, ബ്രോക്കറേജ് ഒന്നുമില്ല, ഡയറക്റ്റാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ ഫിൽദത്തു കബിദി, എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യിച്ചു കൊടുക്കുന്നു. വിവാഹം കഴിഞ്ഞ രാത്രി മുത്തുനബി പറഞ്ഞു, അലിയേ ഫാത്തിമ ലാ തുഹ്ദിസാ ശൈഅൻ ഹത്താ ആതീകുമാ, ഞാൻ നിങ്ങളുടെ അരികത്തേക്ക് വരുന്നത് വരെ നിങ്ങൾ എന്നെ കാത്തിരിക്കണേ, എന്നിട്ട് മതി കിടന്നുറങ്ങലൊക്കെ, ഞാൻ വരും വീട്ടിലേക്ക് രാത്രിയായാൽ. ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ രാത്രി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. ഇവിടൊക്കെ അങ്ങനെ തന്നെയല്ലേ, ഭർത്താവിന്റെ പുറക്കല്ലേ കൊണ്ടുപോണത്? അങ്ങനെയാണ് നബി തങ്ങൾ ചെയ്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിലേക്ക് കയറി ചെന്നു. അലിയാരെ തലയിൽ കൈവച്ചുകൊണ്ട് പറയുന്നു, അല്ലാഹുമ്മ ഹാദാ അലിയു അഹബ്ബുൻ നാസി ഇലയ്യ ഫഅഹിബ്ബഹ്. അല്ലാഹുവേ, ഇത് അലിയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്. അല്ലാഹുവേ, അലിയെ നീയും ഇഷ്ടപ്പെടണമേ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു കൊടുത്തു. പിന്നെ പറഞ്ഞു, മോളെ ഫാത്തിമ വരി. ഫാത്തിമ ബീവിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ അല്ലാഹുവേ, ഫാത്തിമയിൽ എന്തെല്ലാം ഖൈറുകളുണ്ടോ ആ ഖൈറും അവർ കാരണം എന്തെല്ലാം ഖൈറുകൾ ഉണ്ടാകുമോ അതും ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹുവേ, വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ഹിയ ലഹ്. അല്ലാഹുവേ, ഫാത്തിമയിൽ എന്തെങ്കിലും ഷർറുകൾ ഉണ്ടെങ്കിൽ നീ എനിക്ക് കാവൽ തരയണമേ. ഫാത്തിമ കാരണം എന്തെങ്കിലും ഷർറുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നും കാവൽ തരയണമേ. അലി റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു. ഇതൊരു ചാൻസേ ഉള്ളൂ, കല്യാണം കഴിഞ്ഞ് 10 കഴിഞ്ഞ് ഇനിയിപ്പോൾ ചൊല്ലാൻ പറ്റൂല. അതൊക്കെ ഫസ്റ്റ് നൈറ്റിൽ ചൊല്ലേണ്ടതാ അല്ലേ? അന്നിപ്പോ ചൊല്ലാൻ പുതിയാപ്പിളിനെ ഒളിപ്പിച്ചു വെച്ചോ? അവിടെ കുറെ പുതിയാപ്പിളാരെ കാണാതാവാറുണ്ട് കല്യാണത്തിന്റെ അന്ന്. ആരെ തച്ച് പൊളിക്കലോ, ആ ഏർപ്പാടൊക്കെ നിർത്തിയിട്ടില്ല ഇപ്പൊ, ഉഷാറായില്ലേ? അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിക്കണ്. പുതിയാപ്പിളെ തട്ടിക്കൊണ്ടോലും കൂട്ടിയിടലും പൈസ വാങ്ങിക്കലൊക്കെ അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിക്കണ്. നിർത്തിയില്ലേ? പുതിയ പുതിയ ഫാഷൻ്റെ ആൾക്കാരല്ലേ നമ്മൾ കാസർകോട്ടേര്. ഇൻഷാ അല്ലാഹ് അങ്ങനെയൊന്നും ഉണ്ടാവരുത്. നല്ലൊരു ബറക്കത്തുള്ള ദിവസമാണ്, ബറക്കത്തുള്ള സമയമാണ്, ഇബാദത്തിലേക്ക് പ്രവേശിക്കാൻ. എന്നിട്ട് എന്താ മുത്തുനബി പറഞ്ഞെന്നറിയോ? യാ അലിയു യാ ഫാത്തിമ, അലിയേ ഫാത്തിമ, ഖൂമാ ഫസല്ലിയാ റക്അതൈനി മഅൻ. രണ്ടുപേരും ഒന്ന് എഴുന്നേൽക്കണേ, ഒരുമിച്ച് 2 റക്അത്ത് രണ്ടുപേരും നിസ്കരിച്ചോളൂ. wudu എടുത്തിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചോളൂ, രണ്ടുപേരും ഒരുമിച്ച്. എന്നിട്ട് നിങ്ങൾ ഈ രാത്രി നിങ്ങളുടെ കുടുംബജീവിതം ആരംഭിച്ചേക്കുക എന്ന് പറഞ്ഞ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീടിന്ന് ഇറങ്ങി വരുന്നു. നബിയുടെ മോൾ, നബിയുടെ കല്യാണം ആയിഷ ബീവിയെ കഴിച്ചത്, നബിയുടെ പൊന്നുമോളെ കഴിപ്പിച്ചു കൊടുത്തത് ഇതായിരുന്നു ബൈത്തുൻ നുബുവയിലെ നുബുവത്തിന്റെ വീട്ടിലെ വിവാഹത്തിന്റെ അവസ്ഥ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകളൊക്കെ പറഞ്ഞു, നബിയേ, അങ്ങയുടെ വിവാഹം ഒന്ന് പൊടി പിടിക്കാൻ അങ്ങൊരു സൂചന തന്നാൽ പോരെ നബിയേ, ഞങ്ങൾ കൊണ്ടുവരുമല്ലോ ഭക്ഷണം, ഞങ്ങൾ ഉണ്ടാക്കി തരുമല്ലോ മാംസം, എന്താ വേണ്ടത്, അലങ്കാരം ഒക്കെ ഞങ്ങൾ തരാമല്ലോ നബിയെ, അങ്ങ് ഞങ്ങളെയൊന്ന് അറിയിച്ചാൽ പോരായിരുന്നോ എന്ന് മുത്ത് നബിയോട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഒരു മറുപടി പരിശുദ്ധ ഹദീസുകളിൽ കാണാൻ കഴിയും. ഞാൻ നിങ്ങളെ സൂക്ഷിക്കുകയാണ്. ഇന്നീല ഉഖൗവിലുക്കും, നിങ്ങൾക്ക് ശേഷം ഒരുപാട് കടമ്പകൾ വരാനുണ്ട്. അഖബാത്തിൻ, ഒരുപാട് കടമ്പകൾ വരാനുണ്ട്. ലാ യജ്താസുഹൽ മുസഖ്ഖലൂൻ, ആഡംബരത്തിൽ ജീവിക്കുന്ന ആളുകൾക്കൊന്നും അത് കഴിഞ്ഞു കടക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ സർവമാന
എന്റെ എല്ലാവിധത്തിലുള്ള ആർഭാടങ്ങളും ഒക്കെ മാറ്റിവെക്കുകയാണ്. എന്തിനാണെന്നറിയുമോ? മുത്തുനബി ചെയ്തതുപോലെ എനിക്കും ചെയ്യണമെന്ന് ഉമ്മത്തിൽ ഒരാളെങ്കിലും ആഗ്രഹം പ്രകടിപ്പിച്ചാൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ കല്യാണം ഗംഭീരമായ ആർഭാടപരമായ ഒരു വിവാഹമായിരുന്നുവെങ്കിൽ ഉമ്മത്തിൽ ആർക്കാണ് അതൊക്കെ സാധ്യമാവുക? വിരലെണ്ണാവുന്ന ആർക്കല്ലേ കഴിയൂ? ഹബീബിൻ്റെത് സിമ്പിളാണ്. നബി തങ്ങൾ ചെയ്ത പോലെ എനിക്കും ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ അതിലപ്പുറം അല്ലാഹു നിങ്ങൾക്ക് സൗകര്യം ചെയ്തിട്ടുണ്ടല്ലോ. ഒന്നുമില്ലാത്ത ആൾക്കും ഹബീബിൽ മാതൃകയുണ്ട്. അതുകൊണ്ട് വരാനുള്ള ഒരു സമൂഹത്തിൽ നിങ്ങൾക്ക് വരാനുള്ള കടമ്പകൾ വലുതാണ്. അന്ന് മുതലാളിമാർക്ക് പോലും കഴിച്ചു കടക്കാൻ പറ്റാത്തത് നിങ്ങൾക്ക് പിന്നീട് കാണാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ എൻ്റെ ഉമ്മത്തിന് വേണ്ടി സൂക്ഷിക്കുകയാണെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആഖിറത്തിലെ കടമ്പകൾ എന്നതിനർത്ഥമുണ്ട് ദുന്യാവിൽ അല്ലാഹു തആല വിവാഹങ്ങളൊക്കെ ആർഭാടങ്ങളും ആചാരങ്ങളുമായി മാറി സാധാരണക്കാരന് സാധിക്കാത്ത വിധത്തിൽ അത് ഭാരമായി മാറുന്ന കാലം നിങ്ങൾക്ക് ശേഷം വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാനത് ഭാരമാക്കുന്നില്ല എന്ന് പറയാൻ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണോ? അല്ലാഹു അലം. വല്ലാത്തൊരു വാക്കായിരുന്നു അത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വീടാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ആ വീട്ടിലേക്കാണ് നമ്മുടെ അന്വേഷണം പോകുന്നത്. അവിടെയാണ് ഇസ്ലാമിലെ കുടുംബജീവിതം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. നബിയുടെ വീട് വല്ലാത്ത സന്തോഷമുള്ള വീടാണ്. അവിടെ വഹി വരുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരാറുണ്ട്. നബിയുടെ അസ്ഹാബ് കയറി ഇറങ്ങുന്നു. ഒരു നിത്യജീവിതം, സ്വാഭാവികമായ മനുഷ്യരുടെ ഒരു ജീവിതത്തിലുള്ള സ്വാഭാവികത പലപ്പോഴും നബിയുടെ ഭാര്യമാരുടെ പെരുമാറ്റങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. മദീനയിലെ പെണ്ണുങ്ങളൊക്കെ ഇച്ചിരി നാവ് കൂടുതലുള്ള പെണ്ണുങ്ങളായിരുന്നു എന്ന് സുഹാബികൾ പറയാറുണ്ട്. മദീനക്കാരികളായ അൻസാരികൾ. ഉമർ റളിയല്ലാഹു അൻഹു വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഫസദത് നിസാഉനാ യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ പെണ്ണുങ്ങളൊക്കെ നാശമായല്ലോ നബിയേ. എന്തോ ഒരു നല്ല പെണ്ണുങ്ങളായിരുന്നു. മക്കയിൽ നിന്നൊക്കെ വരുമ്പോ, ഹിജറ ചെയ്ത് വരുമ്പോൾ എത്ര നല്ല പെണ്ണുങ്ങളായിരുന്നു. മദീനയിൽ വന്നപ്പോ അവരൊക്കെ നാശമായി നബിയെ. മദീനക്കാരി പെണ്ണുങ്ങളെ കണ്ടുപഠിച്ചു അവരൊക്കെ. ചോദിച്ചു, എന്താണ് വരെ പ്രശ്നം എന്ന് ചോദിച്ചു. ഒന്നുമില്ല നബിയെ, ഒന്നുമില്ല. മക്കയിൽ നമ്മുടെ പെണ്ണുങ്ങൾ നമ്മളോടൊന്ന് നാവുയർത്തി സംസാരിക്കുക പോലും ചെയ്യാറില്ല. ഇപ്പോ മദീനക്കാരികളായ പെണ്ണുങ്ങൾ അവരുടെ ഭർത്താക്കന്മാരോട് തട്ടുത്തരം പറയുന്നതൊക്കെ കേട്ട് പഠിച്ചിട്ടേ ഇവര് നമ്മളോട് പല ഡയലോഗും പറയാൻ തുടങ്ങി. നബിയെ, പെണ്ണുങ്ങളൊക്കെ നാശായല്ലോ എന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല. അപ്പോഴാണ് ഉമർ തങ്ങളുടെ വീട്ടിലേക്ക് വന്ന ആ കഥ നമ്മൾ ഓർക്കുന്നത്. വാതിൽക്കൽ മുട്ടുന്ന അമീറുൽ മുഅ്മിനീൻ ഉണ്ടോ? വീട്ടിൽ നിന്ന് ഭയങ്കര ബഹളമാണ് കേൾക്കണത്. നല്ല ബഹളം നടക്കാണ് വീട്ടില്. അമീറുൽ മുഅ്മിനീൻ വാതില് തുറന്നു കൊടുക്കുമ്പോ സമ്മതം ചോദിക്കാൻ വന്ന ആൾ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നു. യാ ഫുലാൻ, ഇങ്ങോട്ട് വരണം. എന്ത് പറ്റി? ഒന്നുമല്ല, എന്റെ ഭാര്യ എന്നോ ചീത്ത പറഞ്ഞിട്ടേ സഹിക്കാൻ പറ്റാഞ്ഞിട്ടേ നിങ്ങളോട് വന്ന് പറഞ്ഞാൽ വല്ല പരിഹാരവും കിട്ടുമെന്ന് വിചാരിച്ച് വന്നതാ. എന്റെ ഭാര്യ എന്നോട് പറയുന്നതിലും വലിയ ഡയലോഗ് നിങ്ങളോട് നിങ്ങളുടെ ഭാര്യ പറയണതാ ഞാൻ കേട്ടത്. പിന്നെ എന്തിനിവിടെ നിൽക്കണം? തങ്ങൾ പറഞ്ഞു, അത്രയേ ഉള്ളൂ വിഷയം. എന്റെ ഭാര്യയുടെ സ്വഭാവ ദൂഷ്യം പരാതി പറയാൻ വേണ്ടി വന്നതാ. നിങ്ങളുടെ ഭാര്യ അതിലും വലുതാ നിങ്ങളോട് പറയുന്നത്. തങ്ങൾ പറഞ്ഞു, കയറിയിരിക്കാൻ ഇരുന്നു. പിന്നെ നിങ്ങളുടെ ഭാര്യയല്ലേ അവൾ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തില്ലേ? അവരൊക്കെ മുലയൂട്ടി വളർത്തില്ലേ? നിങ്ങളുടെയും മക്കളുടെയും വസ്ത്രമൊക്കെ അവൾ വാഷ് ചെയ്തിരുന്നില്ലേ? അവൾ ഭക്ഷണം ഉണ്ടാക്കി തരുന്നില്ലേ? അവൾ ഇന്നതൊക്കെ ചെയ്യുന്നില്ല. ഒക്കെ ശരിയാണ്. പിന്നെ നാവിച്ചിരി കൂടുതൽ അതങ്ങ് സഹിച്ചേക്കാം നമുക്ക്. ആര് പറയാ? ഫാറൂഖ് റളിയല്ലാഹു തആല. എന്ന് വിചാരിച്ച് നയന്മാർമൂലയിലെ പെണ്ണുങ്ങളെ മാപ്പിളാരോട് ഡയലോഗ് പറയാൻ നിൽക്കണ്ട.
ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഒന്നും ആവില്ല ചിലപ്പോൾ നിങ്ങളെ ഭർത്താക്കന്മാർ. മദീനയിലെ പെണ്ണുങ്ങൾ അങ്ങനെ ഒരു ഇച്ചിരി അല്പം കൂടുതൽ സംസാരമുണ്ടായിരുന്നു എന്ന്. മക്കക്കാർ അങ്ങനെ ആയിരുന്നില്ല. അങ്ങനെ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഹഫ്സ ബീവിയോട് സ്വന്തം മോൾ ഹഫ്സ ബിൻത് ഉമർ, ഉമർ തങ്ങളുടെ പൊന്നുമോൾ ഹഫ്സ റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ ഭാര്യയാണ്. ഉമർ തങ്ങൾ സ്വന്തം മോളെ നബി തങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ട്. പറയും, ഹഫ്സ സൂക്ഷിക്കണേ, അല്ലാഹുവിന്റെ റസൂലിനോട് നിങ്ങൾ വാക്കിൽ ഏറുകയോ നബി തങ്ങളോട് തട്ടുത്തരം പറയുകയോ ചെയ്യരുത് കേട്ടോ. എല്ലാ നബിയുടെ ഭാര്യമാരും അത് ചെയ്യുന്നുണ്ടല്ലോ. ഉപ്പാ, ഞാൻ എന്തിനാ പിന്നെ ചെയ്യാതിരിക്കുന്നത്? മോളെ ആയിഷ റളിയല്ലാഹു അൻഹ നബിയുടെ ഹിബ്ബാണ്, നബിക്ക് ഇഷ്ടപ്പെട്ടവരാണ്, നബിയുടെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരന്റെ മോളാണ് ആയിഷ ബീവി. ആയിഷ ബീവി എടുക്കുന്ന സ്വാതന്ത്ര്യം കണ്ടിട്ട് എന്റെ മോൾ ഹഫ്സ കളിക്കാൻ നിൽക്കരുത് കേട്ടോ. ആര് പറഞ്ഞു? ഫാറൂഖ് റളിയല്ലാഹു തആല. ഉമർ തങ്ങളോട് ഭാര്യ ഒരിക്കൽ തിരിച്ചു പറഞ്ഞപ്പോഴാണ് ഉമർ തങ്ങൾ പറഞ്ഞത്, അതുറാജിഈനനി, എന്നോട് തിരിച്ചു പറയുകയാണോ എന്ന് ചോദിച്ചപ്പോ, ലിമല വഅസ്വാജു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ നബി തങ്ങളോട് അങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലോ, ഇതെന്താ ഞാൻ ചെയ്താൽ? അപ്പോഴാ ഉമർ, റബ്ബേ, എന്റെ മകളുമുണ്ടല്ലോ അവിടെ. ഹഫ്സ, നിങ്ങളെങ്ങാനും അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന പോലെ നീ പറയാൻ നിന്നാൽ നിന്നെ അല്ലാഹുവിന്റെ റസൂൽ ത്വലാഖ് ചൊല്ലുകയോ നബി നിങ്ങൾ നിന്നെ വെറുക്കുകയോ ചെയ്താൽ ഹഫ്സ, നിന്റെ ആഖിറം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് മോളതിന് നിൽക്കരുതേ. അങ്ങനെ ഒരു ന്യൂസ് കിട്ടുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന് നബി തങ്ങൾ അവിടുത്തെ ഭാര്യമാരെ ത്വലാഖ് ചൊല്ലാൻ വെച്ചിരിക്കുകയാണ്. ഒരു റൂമർ ഉണ്ടായിട്ടില്ല, ത്വലാഖ് ചൊല്ലി എന്ന് കേട്ടു. ഉമർ തങ്ങൾ ഓടി വീട്ടിൽ നിന്ന്. ഉമർ റളിയല്ലാഹു അൻഹു താമസിക്കുന്നത് ഫീ അആലിൽ മദീന, മദീനയുടെ കുന്നിൻ ചെരുവുകളുള്ള പ്രദേശത്താണ്, ഉയർന്ന പ്രദേശത്താണ്. ഉമർ തങ്ങൾ എന്നും ജമാഅത്തിന് മസ്ജിദുൻ നബവിയിലല്ല വരാറുണ്ടായിരുന്നത് എന്ന് ഹദീസിൽ കാണാം. ഉമർ തങ്ങൾ തൊട്ടടുത്തുള്ള ഒരു പള്ളിയിൽ നിസ്കരിക്കാറ്. കാരണം മസ്ജിദുൻ നബവിയിൽ നിന്ന് ദൂരെയായിരുന്നു ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾക്ക് ഒരു കൂട്ടുകാരനുണ്ട്, രണ്ടുപേരും ഒട്ടകങ്ങളെ മേക്കാൻ പോകുന്നവരാ. അയാളോട് പറയും, നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിന് പോവുക, ഞാൻ നിങ്ങളുടെ ഒട്ടകത്തെ നോക്കിക്കൊള്ളാം, നാളെ ഞാൻ പോയിട്ട് പറഞ്ഞുതരാം എന്താ നബി തങ്ങൾ പറഞ്ഞത്, മറ്റന്നാ നിങ്ങൾ പോയിട്ട് എനിക്ക് പറഞ്ഞതാ. അങ്ങനെ രണ്ടുപേരും ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ക്ലാസ്സിന് പോകാറുള്ളത്. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അപ്പോഴാ വിവരം കിട്ടേണ്ടത് നബി തങ്ങൾ ഓടിച്ചെന്നു വീട്ടിലേക്ക്, നബി തങ്ങളുടെ വീട്ടിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹലകത്ത് ഹഫ്സ, എന്റെ ഹഫ്സ നശിച്ചുവല്ലോ, അല്ലാ ഹഫ്സക്ക് നാശം സംഭവിച്ചല്ലോ. ഹലകത്ത് ഹഫ്സ എന്ന് പറഞ്ഞ് കിട്ടിയ വസ്ത്രമെടുത്ത് ഓടുകയാണ്, പുതപ്പ് വലിച്ചോടി ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ വീട്ടിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ മുഖത്ത് സങ്കടമുണ്ട്, എന്തൊക്കെയോ ചില അസ്വാരസ്യങ്ങളുണ്ടെന്ന് മനസ്സിലായി. തങ്ങൾ നിസ്കരിക്കാൻ വരുന്ന നേരം നോക്കി നിന്നു, നബി തങ്ങൾ ഒന്നും മിണ്ടുന്നില്ല. രണ്ടാമത്തെ നിസ്കാരവും കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ റൂമിലേക്ക് പോകുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, നബിയെ ഒന്ന് ചിരിപ്പിക്കുക തന്നെ വേണം, നബിയെ ചിരിപ്പിക്കുക തന്നെ വേണം. എന്നിട്ട് പറഞ്ഞു, നബിയേ കേൾക്കണോ നബിയെ, മുമ്പൊക്കെ നമ്മുടെ ഭാര്യമാര് വല്ലതും നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞാൽ 4 അടി കൊടുത്താൽ അവർ നിൽക്കാറുണ്ട്. ഇന്നിപ്പോ മദീനത്തെ പെണ്ണുങ്ങളെ കണ്ടുപഠിച്ചിട്ടേ നമ്മുടെ പെരടിക്ക് സ്വൈരം കിട്ടാതായിട്ടുണ്ട് അവരടിച്ചിട്ട്. ഇതാണ് പറഞ്ഞപ്പോ നബി തങ്ങൾ ചിരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങോട്ട് അടി കിട്ടാനായിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചു, നബിയെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നബി, എൻ്റെ മോൾ ഹഫ്സ വല്ലതും പറഞ്ഞോ? എന്താ ഉമർ തങ്ങളുടെ വിഷയം? ഞങ്ങൾ പറഞ്ഞു, ഒന്നുമില്ല ഉമറെ, ഇതൊക്കെ പെണ്ണുങ്ങളല്ലേ, ഒന്നുമില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അൽഹംദുലില്ലാഹ്, നിനക്ക് സ്തുതി അല്ലാഹുവേ, ഹഫ്സേ നീ കാത്തുവല്ലോ എന്ന് നബി തങ്ങൾ ത്വലാഖ് ചൊല്ലാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് വിവരമറിഞ്ഞപ്പോ സമാധാനിച്ച് നബിയെ ചിരിപ്പിച്ച ആളാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ അങ്ങനെയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയുടെ വീട്ടിലേക്ക് വരുമ്പോ, നബി തങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോ ആയിഷ ബീവി നബിയും തമ്മിലുള്ള എന്തോ ഒരു ചർച്ചയിൽ രണ്ടുപേരും ഖിന്നരായി ദുഃഖിതരായി ഇരിക്കുകയാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സ്വന്തം മോൾ ആയിഷ ബീവി അവിടെ ഉണ്ടല്ലോ, അമോശനൊക്കെ ഒന്ന് ഇടപെടണം, നബിയുടെ കുടുംബം പഠിപ്പിക്കാൻ.
അവിടെ വന്നപ്പോ പറഞ്ഞു ബി അബീ അൻത വ ഉമ്മി യാ റസൂലല്ലാഹ് മാ യുബ്കീക്. നബിയേ, എന്റെ ഉമ്മയും എന്റെ ഉപ്പയും അങ്ങേക്ക് ദണ്ഡമാണ് നബിയെ, ഞാൻ അങ്ങേക്ക് വേണ്ടി സമർപ്പിച്ചു നബിയെ. എന്റെ ഉമ്മയും വാപ്പയും മരിച്ചാലും അങ്ങ് ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ആ വാക്കിന്റെ അർത്ഥം ബി അബീ അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്. എന്തിനാണ് നബിയെ നിങ്ങൾ കരയുന്നത്? ആ വിഷയമെന്ന് പറഞ്ഞു തന്നാൽ ഞാനും അങ്ങയുടെ കൂടെ കരയാം. ആയിഷ ബീവി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നബി തങ്ങളോട് എന്തൊക്കെയോ ഉറക്ക സംസാരിക്കുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. സിദ്ദീഖ് തങ്ങൾ കേട്ടു ഉറക്ക സംസാരിക്കുന്നു. എന്റെ മോളെ ആയിഷ അങ്ങ് എന്തെങ്കിലും പറഞ്ഞോ നബിയെ എന്ന് വിളിക്കുകയും ആയിഷ റളിയല്ലാഹു അൻഹയെ അടിക്കാൻ വാപ്പ നിൽക്കുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ബാക്കിൽ ചെന്ന് നബിതങ്ങളിൽ നിന്ന് നബിതങ്ങളുടെ പിന്നിൽ ചെന്ന് അഭയം പ്രാപിച്ചു. അടികൊള്ളാതിരിക്കാൻ, നബിതങ്ങൾ ആയിഷ ബീവിയെ അടിക്കാതിരിക്കാൻ തങ്ങൾ തടയുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദേഷ്യത്തോടെ വന്നിരിക്കുന്നു. എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? സ്വന്തം മക്കൾ വല്ല മോശത്തരവും ചെയ്താലേ നിന്റെ മോളതൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞിരിക്കല്ല ചെയ്യേണ്ടത്. തെറ്റ് തിരുത്തി കൊടുക്കണം വാപ്പ. കല്യാണം കഴിച്ചാൽ അങ്ങ് തീർന്നു എന്ന് വിചാരിക്കരുത്. വാപ്പ ഇടപെടണം. എന്റെ മോള് വല്ല പ്രശ്നം അവിടെ ഉണ്ടോ, പുതിയാപ്പിളക്ക് വല്ല കുഴപ്പമുണ്ടോ, പുതിയാപ്പിളുടെ ഉമ്മാക്കും വാപ്പാക്കും അവർക്കും ബാധ്യതയുണ്ട്. പെണ്ണിന്റെ ഉമ്മാക്കും വാപ്പാക്കും പിന്നെയും ബാധ്യതയുണ്ട്. പിന്നെ ഒരിക്കൽ വന്നപ്പോ രണ്ടുപേരും ഉറക്കെ ചിരിക്കുകയാണ്. ആയിഷ ബീവി നബി തങ്ങളും ചിരിക്കുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ സങ്കടത്തിൽ ഞാൻ അന്ന് പങ്കുചേർന്ന പോലെ നിങ്ങളുടെ സന്തോഷത്തിലും ഞാൻ പങ്കുചേരട്ടെയോ എന്ന് പറഞ്ഞ് അവരുടെ കൂടെ ഇരുന്ന് ചിരിക്കുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ വീട്ടിൽ സന്തോഷമായിരുന്നു. ചില്ലറ വിഷയങ്ങളൊക്കെ സ്വാഭാവികമായ ചില അനിഷ്ടങ്ങൾ അല്ലെങ്കിൽ സൗന്ദര്യ പിണക്കങ്ങൾ മനുഷ്യരല്ലേ, അതുണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നബി തങ്ങൾ കവർ ചെയ്യും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഴി മനസ്സിലാക്കാം. ഉമർ തങ്ങൾ കടന്നു വരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു മറ്റൊരിക്കൽ വരുമ്പോ നബി തങ്ങളുടെ അടുത്ത് അൻസ്വാരികളായ പെണ്ണുങ്ങളും ഖുറൈശികളായ പെണ്ണുങ്ങളും നബിയുടെ വീട്ടിലുണ്ട്, നബിയുടെ ഭാര്യമാരുമുണ്ട്. അവരൊക്കെ ഉറക്ക നബിയുടെ മുമ്പിൽ ചിരിച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നബിയുടെ വീട്ടിലൊക്കെ അങ്ങനെ ചിരിച്ചു വർത്താനം പറയേ. നമ്മളിപ്പോ ഒരു ഉസ്താദിന്റെ വീട്ടിൽ ഇപ്പൊ അങ്ങനെ ചിരിച്ചു വർത്താനം പറയുകയാണെങ്കിൽ നമ്മൾ എന്താ വിധേയതി പോരാ? ഈ ഉസ്താദിനെ തീരെ ശരിയില്ല അല്ലേ, അങ്ങനെയൊക്കെ ചിരിക്കാൻ പറ്റുമോ? ഉമർ തങ്ങൾ വന്നപ്പോ അവിടെ നല്ല വർത്തമാനമാണ്. ഉമർ തങ്ങൾ അങ്ങ് വന്നപ്പോ എല്ലാ പെണ്ണുങ്ങളും പോയി ഒളിച്ചു ഒരു റൂമില്. നബി തങ്ങളുടെ വീട്ടിലെ നബിയുടെ ഭാര്യമാരല്ലാത്ത അൻസ്വാരികളായ പെണ്ണുങ്ങൾ അവിടെ ഉണ്ട്, ഖുറൈശികളായ പെണ്ണുങ്ങൾ അവിടെ ഉണ്ട്. നബിയോട് പലതും ചോദിച്ചു പഠിക്കാൻ വേണ്ടി വരുന്നവരാണ്. പക്ഷെ അവരെ ഉറക്ക വർത്തമാനം പറഞ്ഞിരിക്കുന്നുണ്ട്. നബി തങ്ങൾ കട്ടിലിൽ കിടക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ തങ്ങൾ വന്നപ്പോ എല്ലാരും പോയി ഒളിച്ചു. ഉമർ തങ്ങൾ ചോദിക്കുക, പൊന്നാര നബിയെ, നബി തങ്ങൾ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, എന്തിനാ നബി നിങ്ങൾ ചിരിക്കണമെന്ന് ചോദിച്ചു. ഒന്നുമല്ല ഉമറെ, നിങ്ങൾ വരുന്നവരെ ഇവിടെ എന്തോ ഒരു ചിരിയും വർത്താനായിരുന്നു. നിങ്ങൾ വന്നപ്പോ സർവ്വ ആളുകളും പോയി ഒളിച്ചു. ഇത് കണ്ടിട്ട് എനിക്ക് ചിരി വന്നതാന്ന് പറഞ്ഞു. യാ അദുവാതി അൻഫുസിഹിന്ന അൻഫുസിഹിന്ന, സ്വശരീരങ്ങളുടെ ശത്രുക്കളായ പെണ്ണുങ്ങളെ നിങ്ങൾ വിളിക്കുകയാണ്. തെറ്റ് ചെയ്തവരെ എന്നതിനർത്ഥം. യാ അദുവാതി അൻഫുസികുന്ന, സ്വശരീരങ്ങളോട് അക്രമം ചെയ്ത പെണ്ണുങ്ങളെ, അത്തഖാഫൂനനി വലാ തഖാഫൂന റസൂലല്ലാഹ്, എന്നെ നിങ്ങൾ പേടിക്കുകയാണോ? നബിയോട് നിങ്ങൾക്ക് ബഹുമാനമില്ലേ? അത്തഹാബൂനനി, നിങ്ങൾ എന്നെയാണോ ബഹുമാനിക്കുന്നത്? നബിയല്ലേ ബഹുമാനിക്കേണ്ടത്? ഞാൻ വന്നപ്പോൾ ഒളിച്ചിരിക്കുകയാണോ? നബിയോടല്ലേ ഇങ്ങനൊക്കെ ബഹുമാനം കാണിക്കേണ്ടത്? അപ്പൊ ആ പെണ്ണുങ്ങളെന്ന് ഒരാൾ പറഞ്ഞു, മുത്തുനബിയെ ഞങ്ങൾക്കറിയാം, നബി ഞങ്ങൾ വളരെ സ്നേഹവും മൃദുല സ്വഭാവവുമുള്ള ആളാണ്. വലാകിന്നക, പക്ഷേ നിങ്ങളാണെങ്കിലോ ഏറ്റവും വലിയ ദേഷ്യക്കാരനും കോപമുള്ള ആളുമല്ലേ ഉമറെ, അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞപ്പോ ഫതബസ്സമ റസൂലുള്ളാഹ്, മുത്ത് നബിയുടെ മുഖത്ത് ചിരി വിടർന്നു എന്ന് ഹദീസിൽ കാണാൻ കഴിയും. തങ്ങൾ വളരെ സൗമ്യശീലരാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, അവിടുത്തെ ഒരു ജാരിയത്തുണ്ട്, ആയിഷ ബീവിക്ക് സഹായം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരി പെണ്ണ് പലപ്പോഴൊക്കെ വരാറുണ്ട്. അന്ന് ആ വീട്ടിലുണ്ടായപ്പോ ആയിഷ ബീവിക്ക് ഒരു ന്യൂസ് കിട്ടി. സഫിയ റളിയല്ലാഹു അൻഹ എന്തോ ഒരൽപ്പം ഭക്ഷണം നബി തങ്ങൾക്ക് കൊണ്ടുകൊടുക്കുന്നുണ്ട്.
ഒരു വിവരം കിട്ടി, നബി തങ്ങളുടെ ഭാര്യ മറ്റൊരു ഭാര്യ നബിക്കൊരു ഭക്ഷണം കൊണ്ടുവരുന്നുണ്ട്. ആയിഷ ബീവി പ്ലാൻ ചെയ്തു, പിന്നെ ആ ഭക്ഷണേറ്റ് സൊഫിയ അങ്ങോട്ട് വന്നാലേ കൈ കൊണ്ട് ഒരു തട്ട് കൊടുക്കുക, ആ പ്ലേറ്റ് വീഴുമല്ലോ. ആ ഭക്ഷണം നബിക്ക് വേണ്ട, ഞാൻ ഉണ്ടാക്കി കൊടുക്കും എൻ്റെ റസൂലിന്, അതുകൊണ്ടേ ആ ഭക്ഷണം വരും, നീ തട്ടിത്തെറിപ്പിക്കണം കേട്ടോ. ആര് പണിയൊപ്പിച്ചു? ആയിഷ റളിയല്ലാഹു തആല അൻഹ. പറഞ്ഞ പോലെ ഭക്ഷണം വന്ന് കയറിയതേ ഉള്ളൂ. ആയിഷ റളിയല്ലാഹു അൻഹ പിരികയറ്റി വിട്ടു ഈ പെണ്ണിനെ. അത് തട്ടിത്തെറിപ്പിച്ചു, ഭക്ഷണത്തളിക താഴെ വീണു. മുത്തുനബിക്ക് മനസ്സിലായി ഇത് ആയിഷ ബീവിക്ക് പിടിച്ചിട്ടില്ല, എന്റെ റസൂലിന് ഞാൻ ഉണ്ടാക്കി കൊടുക്കുമല്ലോ, ഇന്നെന്തിനാ സൊഫിയയുടെ വക എന്നാണ് ആയിഷ ബീവി ചിന്തിക്കുന്നത്. പാത്രങ്ങ് പൊട്ടി. ആ ഭക്ഷണം, താഴെയുള്ള ഭക്ഷണം വടിച്ചെടുത്ത ഒരു പാത്രത്തിലേക്ക് നബി തങ്ങൾ എടുത്തു വെച്ചുകൊണ്ടിരിക്കുക. തങ്ങൾ പറഞ്ഞു, ഗാറത്ത് ഉമ്മുക്കും, ഗാറത്ത് ഉമ്മുക്കും, നിങ്ങളുടെ ഉമ്മാക്ക് ദേഷ്യം വന്നിട്ടുണ്ട്, നിങ്ങളുടെ ഉമ്മാക്ക് ദേഷ്യം വന്നിട്ടുണ്ട്, നിങ്ങളുടെ ഉമ്മാക്ക് എന്ന് ദേഷ്യമാണെന്ന് പറഞ്ഞ് ആരെയാ ഉദ്ദേശിക്കണത്? ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ ആ ഭക്ഷണമൊക്കെ പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ട് പറഞ്ഞു, ആയിഷ, പാത്രത്തിന് നല്ല പാത്രം നിങ്ങൾ പകരം കൊടുക്കണം. ആയിഷ ബീവിയുടെ ഒരു പാത്രം എടുത്തിട്ട് സൊഫിയ ബീവിക്ക് കൊടുക്കാൻ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരിക്കൽ ഇതേപോലെ തന്നെ നബി തങ്ങൾക്കൊരു ഭക്ഷണം കൊണ്ടുവരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഹരീസ ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ അത് മറ്റൊരു ഭാര്യയുടെ സൈനബ് റളിയല്ലാഹു അൻഹ എന്ന് തോന്നുന്നു, അവരുടെ മുഖത്തേക്ക് ഒരൊറ്റ വാരിയെറിയൽ. ഭക്ഷണം കൊണ്ടേ നബി തങ്ങൾ എന്താ ചെയ്യാ? തങ്ങൾ ഇങ്ങനെ ചിരിച്ചു. അപ്പോഴാണ് ബീവി ഇങ്ങോട്ട്, ആയിഷ ബീവിയുടെ മുഖത്തേക്ക് ഇങ്ങോട്ടും ഭക്ഷണം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇവിടെ തർക്കിക്കേണ്ട, പ്രശ്നം വേണ്ട, ആ പ്രശ്നങ്ങളെ പരിഹരിച്ച് തണുപ്പിക്കുകയാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഹബീബിന്റെ മുമ്പിൽ വളരെ കൂളായിട്ട് അവിടെ നിന്ന് ജീവിച്ചിട്ടുണ്ട്. അങ്ങനെയാ റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാന യഖ്ദുമു അഹ്ലഹു, അവിടുത്തെ വീട്ടുകാർക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൽപ്പം അഹങ്കാരമൊക്കെ ഇല്ലാതാവാൻ നല്ലതാ. വീട്ടുകാരെ അവനവൻ, മുതിർന്ന ആൺകുട്ടികളൊക്കെ ആണെങ്കിലേ, പെൺകുട്ടികളൊക്കെ അവനവൻ ഉടുക്കുന്ന വസ്ത്രം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉമ്മയെ കൊണ്ട് തിരുമിപ്പിക്കാതെ എന്ത് ചെയ്യുക, നമ്മളായിട്ട് ചെയ്യുക. അതൊരു നല്ല ബർക്കത്തുള്ള കാര്യമാണ്. വൃത്തിയാക്കലല്ലേ, തഹൂറു ശത്റുൽ ഈമാൻ, ഈമാനിന്റെ ഭാഗമാണ് വൃത്തിയാക്കൽ. എൻ്റെ വസ്ത്രം പുരുഷന്മാർക്കൊന്നും അറിയാൻ നല്ലതാ വീട്ടിലെ ജോലി എന്താന്നൊക്കെ. ഇവിടെ എന്താ മലമറിക്കാൻ മാത്രം പണിയുണ്ടോ എന്നൊക്കെ ചോദിച്ചു വരൂലേ, എന്താ ഇവിടെ പണി എന്നൊക്കെ ഒരു വാഷ് ചെയ്താൽ മനസ്സിലാവും, അല്ലെങ്കിൽ ഒന്ന് ഇസ്തിരിട്ടാല് അല്ലേ. സുബ്ഹാനല്ലാഹ്. കാന ഫീ ഖിദ്മതി അഹ്ലിഹി, ആ വീട്ടുകാരെ എപ്പോഴും സേവനം ചെയ്തിരുന്നു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹത്താ ഇദാ ഹളറത്തിസ് സ്വലാ, നിസ്കാരത്തിന് സമയമായാൽ കഅല്ലം യഅരിഫന, നബിക്ക് ഞങ്ങളെ അറിയാത്ത പോലെയായിരുന്നു. നിസ്കാരമായാൽ പിന്നെ അല്ലാഹുവിലേക്ക്. അതുവരെ വീട്ടിൽ തങ്ങൾ തുന്നാറുണ്ട്, ചെരുപ്പ് തുന്നി വെക്കാറുണ്ട്, വസ്ത്രം തുന്നാറുണ്ട്, പാല് കറക്കാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നബി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സുന്നത്ത് കിട്ടാനെങ്കിൽ ഒരിക്കലെങ്കിലും നമുക്ക് ഇതൊക്കെ ചെയ്യണ്ടേ? ആ സുന്നത്ത് കിട്ടാനെങ്കിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഫീ ഖിദ്മതി അഹ്ലി. ആയിഷ ബീവിയോട് പറഞ്ഞു, സ്വഹീഹ് മുസ്ലിമിൽ കാണാം ഈ ഹദീസ്. യാ ആയിഷ, ആയിഷ ബീവി, ഞാനും നിങ്ങളും എന്തെങ്കിലും ചെറിയ പിണക്കമുണ്ടാകുമ്പോ, എന്തെങ്കിലും ചെറിയൊരു സൗന്ദര്യ പിണക്കുണ്ടാകുമ്പോ നിങ്ങൾക്ക് എന്നോട് ശരിക്കും ദേഷ്യമാണോ അല്ലയോ എന്ന് അറിയാനുള്ള ഒരു വഴി എൻ്റെ മുമ്പിലുണ്ട്, അതെനിക്കറിയാൻ പറ്റും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അത് എങ്ങനെയാ നബിയേ, എങ്ങനെയാണത്? നിങ്ങൾക്ക് എന്നോട് വല്ലാത്ത ദേഷ്യമാണെങ്കിൽ നിങ്ങൾ പറയും, ലാ വറബ്ബി ഇബ്രാഹിം, അല്ല അല്ല അല്ല, ഞാൻ പറഞ്ഞതാണ് ശരി, ഇബ്രാഹിം നബിയുടെ റബ്ബിനെ തന്നെയാണ് സത്യം. ദേഷ്യമുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ പറയാം. നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷേ നിങ്ങൾക്ക് എന്നോട് വെറുപ്പില്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ? ലാ വറബ്ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ല അല്ല, ഞാൻ പറഞ്ഞു തന്നെയാണ് ശരി, മുഹമ്മദ് നബിയുടെ റബ്ബിനെ തന്നെയാണ് സത്യം. ആയിഷ ബീവി, ഇബ്രാഹിം നബിയുടെ റബ്ബിനെ തന്നെ സത്യം എന്ന് നിങ്ങൾ പറയുമ്പോ നിങ്ങൾക്ക് എന്നോട് എന്തോ ഒരു ഇഷ്ടക്കുറവുണ്ടെന്നും, മുഹമ്മദ് നബിയുടെ റബ്ബിനെ തന്നെ സത്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വെറുപ്പില്ലെന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ശരിയല്ലേ? ബലാ യാ റസൂലല്ലാഹ്, അതേ നബിയേ, ലാ അഹ്ജുറു ഇല്ലാ ഇസ്മക,
നിങ്ങളുടെ പേരെ ഞാൻ ഒഴിവാക്കുകയുള്ളൂ നബിയെ. ഇബ്രാഹിം നബിയുടെ റബ്ബും മുഹമ്മദ് നബിയുടെ റബ്ബും ഒന്ന് തന്നെയാണ്. പക്ഷേ മുത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലുണ്ടായിരിക്കെ ഇബ്രാഹിം നബിയുടെ പേര് പറയുമ്പോൾ നബിക്ക് മനസ്സിലാവുന്നുണ്ട് ബീവിക്ക് എന്തോ ഒരു ഇഷ്ടക്കുറവ് എന്നോടുണ്ട് എന്ന്. സെന്റിമെന്റ്സുകളും ഇഷ്ടാനിഷ്ടങ്ങളും മനസ്സിലാക്കിയുള്ള കുടുംബജീവിതം അങ്ങനെയാണ്. ഒരു ഭർത്താവിന്റെ ഇഷ്ടം എന്താണെന്ന് ഭാര്യ അറിയണം, ഭാര്യയുടെ ഇഷ്ടം എന്താണെന്ന് ഭർത്താവിന് അറിയണം, ഇഷ്ടക്കേടുകൾ അറിയണം പരസ്പരം. അതാണ് കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനശില. എന്റെ കാര്യം നടക്കണം, അങ്ങനെയല്ല. അവരുടെ ആഗ്രഹം എന്താണ്, ഇയാളുടെ ആഗ്രഹം എന്താണ്, എന്തൊക്കെയാണ് പരസ്പരമുള്ള കോമൺ ഫാക്ടേഴ്സ് എന്തൊക്കെ, ഇതൊക്കെ മനസ്സിലാക്കിയുള്ള ഒരു ജീവിതം. നബിയുടെ കുടുംബം അങ്ങനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അവിടുത്തെ കുടുംബജീവിതത്തിൽ തമാശകൾ ഉണ്ടായത്, കാര്യം പഠിപ്പിച്ചു കൊടുത്തതും ഒക്കെ അങ്ങനെയാണ്. നബി തങ്ങൾക്ക് തലക്ക് ശക്തമായ തലവേദന വരുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വസ്ത്രത്തിന്റെ കഷ്ണം എടുത്ത് വെള്ളത്തിൽ നനച്ചു വെച്ച് നബി തങ്ങൾ ആ നാട കൊണ്ട് നബിയുടെ നെറ്റിയിൽ പിടിച്ച് കെട്ടിയിരിക്കുകയാണ്. അത് കണ്ടപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്റെ തലവേദന എന്തോ ഒരു തലവേദന, എന്തൊരു വേദന എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. നബിക്കാണ് തലവേദന, പക്ഷെ ബീവി പറയാ എനിക്ക് വേദനിക്കുന്നു നബിയേ. അങ്ങനെ ഉണ്ടായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചില അനുഭവങ്ങളുണ്ട്. അങ്ങനെ വിശന്നിട്ടേ ഒന്നും തിന്നാൻ കിട്ടാതെ വന്നിട്ട് ഒരു കാരക്ക കിട്ടുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാ അത് തിന്നാനുള്ള ആഗ്രഹമുണ്ട്, വിശപ്പുണ്ട്, പക്ഷെ എന്റെ കൂട്ടുകാരൻ എന്നെ പോലെ വിശന്നിട്ടുണ്ടല്ലോ, അത് അയാൾക്ക് കൊടുക്കാം. എന്നിട്ട് ആ കാരക്ക കൂട്ടുകാരന്റെ വായിൽ ഇങ്ങനെ വെച്ചു കൊടുത്താൽ അത് പലപ്പോഴും നബിതങ്ങളായിരുന്നു ആ കൂട്ടുകാരൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ അങ്ങ് കഴിച്ചോളൂ എന്ന് പറഞ്ഞ് തങ്ങളുടെ വായിലേക്ക് വെച്ചു കൊടുത്താൽ കുന്നാ നജ്ദു ഹലാവതഹാ ഫീ ഫമിനാ, ആ കാരക്കയുടെ മധുരം ഞങ്ങളുടെ വായയിൽ ഞങ്ങൾക്ക് ഇങ്ങനെ അനുഭവിക്കാൻ കഴിയുന്നു. തിന്നുന്നുണ്ടോ? ഇല്ല. തിന്നുന്നത് ആരാ? നബിതങ്ങളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ മധുരം ഇവിടെയാണ്. ആ ഒരു സ്നേഹബന്ധത്തിന്റെ അളവ് അത്രയായിരുന്നു. സുബ്ഹാനല്ലാഹ്. അവര് കഴിക്കുമ്പോ ദാഹിക്കുമ്പോ കൂട്ടുകാരൻ കുടിക്കുമ്പോ കൂട്ടുകാരന്റെ ദാഹം മാറുന്നു. സുബ്ഹാനല്ലാഹ്. അത്രയും വലിയ സ്നേഹബന്ധം. സ്നേഹവും റഹ്മത്തുമായിരുന്നു ആ കുടുംബത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. നബിയേ എന്റെ തലവേദന എനിക്ക് വേദനിക്കുന്നു നബിയേ. തങ്ങൾ പറഞ്ഞു ആയിഷ ബൽ നിങ്ങൾക്ക് എന്ത് വേദന, എനിക്കല്ലയോ ആയിഷ വേദനയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചും. നബി തങ്ങളുടെ വഫാത്തിനോടനുബന്ധിച്ച സമയമാണത്. തങ്ങൾ ലോകത്തോട് വിട പറയുന്ന ആ അസുഖം ബാധിച്ച സമയമായിരുന്നുവത്. ആയിഷ ബീവിക്ക് വേദന ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ നബിതങ്ങൾക്കാണ് അതിലും വലിയ തലവേദന. ഒരു കാര്യം കൂടെ പറയുന്നു, നബിതങ്ങൾക്ക് അസുഖം വരുമ്പോ ശക്തമായ അസുഖം വരിക, ഭയങ്കര പനി വന്നാൽ ഡബിൾ ചൂട്. ഇന്നക ലതുഅകു കമാ യുഅകു റജുലാൻ, നബിയെ ഞങ്ങളിൽ രണ്ടാൾക്കുണ്ടാകുന്ന പനി നിങ്ങൾ ഒരാളുടെ ശരീരത്തിലുണ്ടല്ലോ നബിയെ, അത്രക്കും വലിയ ടെമ്പറേച്ചർ. എന്താ നബിയെ ഞങ്ങൾക്ക് വല്ലാത്ത ചൂടുണ്ടല്ലോ? ഞങ്ങൾ പറയും ബലാ, ശരി തന്നെയാണ്. ഞങ്ങൾ അമ്പിയാക്കന്മാർ അശദ്ദുന്നാസി ബലാ, ജനങ്ങളിൽ ഏറ്റവും വലിയ പരീക്ഷണം അനുഭവിച്ചത് ഞങ്ങൾ പ്രവാചകന്മാരാണ്. ഞങ്ങൾക്ക് പനി വന്നാൽ രണ്ടാളുടെ പനിയുടെ ചൂട് കാണും. എന്തിനെന്നറിയോ? രണ്ടാളുടെ പനിയുടെ കൂലി ഈ ഒരു പനിക്ക് തന്നെ അള്ളാഹു കൊടുക്കും. അങ്ങനെയാ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രസകരമായൊരു തമാശ പറയുന്നു. ഇത് എപ്പോ? മരണത്തിലേക്ക് പോകുന്ന സമയം. നാം മരിക്കാൻ പ്രായമായിട്ടുണ്ടോ? 63 വയസ്സല്ലേ ആയുള്ളൂ. ആരോഗ്യമുള്ള സമയമാണത്, ആരോഗ്യമുള്ള സമയമാണ്. മരിക്കുമെന്നൊന്നും ആരും വിചാരിക്കാത്ത നേരാണ്. ഒരു 60-63 നല്ല ആരോഗ്യമുണ്ടല്ലോ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുടവയറില്ലായിരുന്നു. 63 വയസ്സായപ്പോഴും താടിയിലും തലയിലുമായി നരച്ച രോമങ്ങളുടെ എണ്ണം 17 എന്നോ 24 എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട്. അത്രയായിട്ടുള്ളൂ, ഇല്ല അസുഖമൊന്നും ആയിട്ടില്ല. ആയിഷ ബീവിയോട് മുത്തുനബി പറഞ്ഞ കാര്യം എന്താ ഓർമ്മയുണ്ടോ? നബി തങ്ങൾ പറഞ്ഞു, ആയിഷ എങ്ങനെ ഉണ്ടായിരിക്കും ആയിഷ, ഞാൻ മരിക്കുന്നതിന്റെ മുമ്പേ നിങ്ങൾ മരിക്കുകയും. ആയിഷ ബീവിയോട് പറയണേ, ഞാൻ മരിക്കുന്നതിന്റെ മുമ്പേ നിങ്ങൾ മരിച്ചാൽ എന്താ ആയിഷ ബീവി കുഴപ്പം? എന്നിട്ട് നിങ്ങളെ ഞാൻ കുളിപ്പിക്കുകയും നിങ്ങൾക്ക് ഞാൻ കഫം പുതച്ചു തരികയും നിങ്ങളുടെ ജനാസ ഞാൻ നിസ്കരിക്കുകയും എന്റെ കൈ കൊണ്ട് നിങ്ങളെ ഞാൻ ഖബറിലേക്ക് വെച്ചു തരികയും ചെയ്താൽ
വല്ല കുഴപ്പവുമുണ്ടോ ആയിഷ ബീവി എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ തലവേദന എടുത്ത് നിൽക്കുകയാണ്. നമുക്കൊക്കെ ഒരു പനി വന്നാൽ ജലദോഷം വന്ന ആൾക്കാരോടും ഉണ്ടോ? ഒരാഴ്ചത്തേക്ക് ചിരിക്കന്നല്ല അല്ലേ? സുബ്ഹാനല്ലാഹ്. ശക്തമായ തലവേദന നബി തങ്ങൾ തമാശ പറയാണ് ബീവിയോട്, ആയിഷ ബീവിയോട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്താ പറഞ്ഞെന്നറിയോ? ആയിഷ ബീവി പറഞ്ഞ വാക്കെന്താണെന്നറിയോ? എന്താ ചോദിച്ചത്? ആയിഷ ബീവി, ഞാൻ മരിക്കുന്നു, നിങ്ങൾ മരിച്ച വല്ല കുഴപ്പമുണ്ടോ? ഞാൻ കുളിപ്പിക്കാം, നിങ്ങളെ ഞാൻ കഫൻ ചെയ്യാം, നിങ്ങൾ ഖബറിൽ ഞാൻ വെച്ചു തരാം, നിങ്ങൾക്ക് ഞാൻ നിസ്കരിക്കുകയും ചെയ്യും, വല്ല കുഴപ്പമുണ്ടോ? ആയിഷ ബീവി, എന്നിട്ട് വേണല്ലേ എന്റെ ദിവസത്തിൽ നിങ്ങൾ മറ്റേ ഭാര്യയുടെ അടുത്തേക്ക് പോവാൻ എന്ന് ചോദിച്ചു ആയിഷ റളിയല്ലാഹു തആല അൻഹ. മുത്തനബി പറഞ്ഞു, അഅതൂനി ഫിറാശ, ഈതൂനി ഫിറാശ, എനിക്ക് കിടക്കാൻ ഒരു വിരിപ്പ് തരൂ, തലവേദനയുണ്ട്, ഞാനൊന്ന് കിടക്കട്ടെ ബീവി, ആയിഷ ബീവി ഒരു വിരിപ്പ് തരൂ എന്ന് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മറുപടിക്ക് നബി ആ വാക്കിന് നബി മറുപടി കൊടുത്തില്ല എന്നാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവിയുടെ ചിന്ത അങ്ങനെയാണ്. ആയിഷ ബീവി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഹദീസത്തു സിൻ, ഞാൻ ചെറുപ്പക്കാരിയല്ലേ, ഞാൻ അങ്ങനെയൊക്കെയാ ചിന്തിച്ചത്. ഞാനൊരു രാത്രി എന്റെ ഹബീബിനെ എങ്ങനെ തപ്പി നോക്കുന്നു, റൂമിലുണ്ടോ എന്ന്. തപ്പി നോക്കുന്നു, നബി കാണുന്നില്ല. ചെറിയ റൂമല്ലേ, ഹസൻ ബസരി തങ്ങൾ പറഞ്ഞ ആ റൂമാണ്. തപ്പി നോക്കിയിട്ട് കാണുന്നില്ല. ഞാൻ പേടിച്ചു. പിന്നെ വിചാരിച്ചു, അല്ല നബി മെല്ലെ എന്റെ അടുത്തുനിന്ന് ചാടിപ്പോയിട്ടുണ്ടാവും. തൊട്ടടുത്ത് നബി തങ്ങളുടെ ഭാര്യമാരുണ്ടല്ലോ വേറെയും, അവിടെ പോയി കാണുമോ? ഞാൻ എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തപ്പി നോക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിൽ എന്റെ കൈ തട്ടി നബി തങ്ങൾ സുജൂദിൽ കിടക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ നിസ്കരിക്കുകയാണ് അവിടെ. ശബീ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ ചിന്ത അല്ലാഹുവാണ്, എന്റെ ചിന്ത മറ്റെന്തൊക്കെയോ. ശബീ പറഞ്ഞതാ, ഞാൻ വിചാരിച്ചത് എന്തോ, അങ്ങപ്പോഴും അല്ലാഹുവിന്റെ മുമ്പിലായിരുന്നുവല്ലോ. ഖാന അക്സറ ദുആഇഹി, അവിടുന്ന് ഏറ്റവും ചൊല്ലുമായിരുന്ന ദുആ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. എപ്പോഴും ധാരാളം നബി തങ്ങൾ ചൊല്ലുമായിരുന്ന നബിയുടെ സുജൂദിലെ തഹജ്ജുദ് നിസ്കാരത്തിലെ ഖിയാമുൽ ലൈലിലെ സുജൂദിലെ ദുആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ ഖൽബിനെ ഈ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തിത്തരയണമേ. ഇതൊക്കെ പഠിച്ചത് എവിടെന്നാ? രാത്രി ആയിഷ ബീവി ഉണർന്നിരിക്കുമ്പോ നബി തങ്ങൾ സുജൂദിലാണ്, അത് അങ്ങനെ കേൾക്കും. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. നമ്മളൊക്കെ അങ്ങനെ അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ടോ? പടച്ചോനെ, എന്റെ ഖൽബ് ദീനിൽ അടിയുറപ്പിച്ച് നിർത്തിത്തരണേ റബ്ബേ. അങ്ങനെ ദ്വാരക്കാറുണ്ടോ എപ്പോഴെങ്കിലും? നമ്മളൊക്കെ നന്നായി അള്ളാഹു നിശാസ്കരിച്ചു, പിന്നെ മാഷാ അല്ലാഹ് നിശാസ്കരിക്കാത്തവർ എത്ര ഉണ്ടെന്ന് ആലോചിക്കുക. ഇശാവും വിത്തറും സുന്നത്തും അതിനപ്പുറം ഖിയാമുൽ ലൈലും ഒക്കെ നിസ്കരിച്ചവർ വേറെ ഉണ്ടാവും. നമ്മൾ അങ്ങനെ ആലോചിക്കുന്നില്ല. നമ്മുടെ ഒബ്ജക്റ്റീവ് ഒക്കെ വളരെ ലോ ലെവൽ ഒബ്ജക്റ്റീവുകളാണ്. അള്ളാഹുവിനോട് ചോദിക്കണം എന്ന, റബ്ബേ എന്റെ ഖൽബിനെ നീ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തിത്തരണേ എന്ന്. ഒന്ന് ദ്വാരക്കല്ലേ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചൊല്ലി നോക്കൂ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഇത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബിയിൽ നിന്ന് പഠിച്ചതാണ്. ആ വീടിന്റെ ഉള്ളിലെ സന്തോഷം നോക്കണം. ആയിഷ ബീവി പറഞ്ഞു, മറ്റൊരു ദിവസം രാത്രി ഞാൻ എൻ്റെ റൂമിൽ നബി എങ്ങനെ തപ്പി നോക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഉറങ്ങുകയാണ്. നബിയുടെ മുഖത്ത് എൻ്റെ കൈ തട്ടി. നബി ഉണ്ടോ എന്നങ്ങ് തപ്പി നോക്കുക, കൈ നബിയുടെ മുഖത്ത് തട്ടി. ഞങ്ങളൊരു ചോദ്യം ചോദിച്ചു, എന്തോ രസമുള്ള സംഭവം എന്നറിയോ? അജാഅകി ശൈത്വാനുകി, ആയിഷ ബീവി നിങ്ങളുടെ ശൈത്താൻ നിങ്ങളുടെ അടുത്ത് വന്നോ? ഞാൻ ഇവിടെ ഇല്ലാന്ന് തോന്നിയല്ലേ? അജാഅകി ശൈത്വാനുകി, നിങ്ങളുടെ ശൈത്താൻ നിങ്ങളുടെ അടുത്ത് വന്നോ ആയിഷ ബീവി? പാതിര സമയത്തായി ചോദിക്കണത്. ആയിഷ ബീവി തിരിച്ച്, അമാലക ശൈത്വാൻ, നിങ്ങൾക്ക് ശൈത്വാനൊന്നും ഇല്ല നബിയെ, എനിക്ക് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ മറുപടി എന്താ? ബലാ, ഉണ്ട് ആയിഷ, വലാകിന്നഹു അസ്ലം, എന്റെ കൂടെയുള്ള പിശാച് മുസ്ലിമാണ്. ഫലാ യഅ്മുറുനി ഇല്ലാ ബിഖൈരിൻ, അവൻ നന്മയല്ലാതെ മറ്റൊന്നും എന്നോട് പറയില്ല. ആയിഷ ബീവി ചോദിച്ചത് ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യമാണ്. പക്ഷെ നബി തങ്ങൾ അതിന് നല്ല നിലക്കുള്ള മറുപടിയെ കൊടുക്കുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കാര്യം ഹഖീഖത്ത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്.
അമാലക ശൈത്വാൻ, നിങ്ങൾക്ക് ശൈത്വാനില്ലേ നബിയെ? എന്നൊക്കെ ചോദിച്ചാൽ കുടുംബം തെറ്റൂല നമ്മുടെ നാട്ടിലൊക്കെ. ഭർത്താവിനോട് അങ്ങനെ പറഞ്ഞിരുന്നോ? തങ്ങൾ അങ്ങനെയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളൊരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, ഒരു ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു പെണ്ണ് സദസ്സെന്ന് പറഞ്ഞു, നബിയുടെ വീട്ടിലുള്ളൊരു പെണ്ണ്. ആ മഹദി പറഞ്ഞു, കഅന്നഹു ഹദീസു ഖുറാഫ, ഇത് ഖുറാഫത്തരാണല്ലോ അല്ലേ? ഖുറാഫി എന്നൊക്കെ പറയില്ല നമ്മുടെ നാട്ടിലൊക്കെ. ഇത് ഖുറാഫത്തരാണ്, ഇത് സൂപ്പർസ്റ്റിഷൻ ആണല്ലോ, ഇതെന്തോ ഒരു കെട്ടുകഥയാണല്ലോ, ഖുറാഫത്താണല്ലോ. കഅന്നഹ ഹദീസു ഖുറാഫ, ഇത് ഖുറാഫയുടെ വർത്തമാനം പോലുണ്ടല്ലോ എന്ന് നബി തങ്ങളുടെ ഒരു ഹദീസിനെ, തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തൊരു കാര്യത്തെ അവർക്ക് മനസ്സിലാകാതിരുന്നപ്പോ ഇതെന്തോ ഒരു ഖുറാഫി കഥ പോലെ എന്ന് പറഞ്ഞപ്പോ മുത്തനബി ചോദിച്ചു, അമാ തഅരിഫീന മൻ ഖുറാഫ, ആരായിരുന്നു ഈ ഖുറാഫ, നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അങ്ങനെ മറുപടി കൊടുക്കുന്നത് അല്ല, ഇത് ഖുറാഫത്ത്, നീ എന്താ പറയുന്നത്? അങ്ങനെയൊന്നുമല്ല. ആരായി ഖുറാഫ എന്നറിയോ? അറിയില്ല നബിയെ. കാന മൻ ഖബ്ലകും, നിങ്ങളുടെ മുൻഗാമികളിൽ കഴിഞ്ഞുപോയ ഒരു ചെറുപ്പക്കാരനായിരുന്നു ഖുറാഫ. ജിന്നുകൾ തട്ടിക്കൊണ്ടുപോയി, ജിന്നുകൾ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടുപോയി. ഒരുപാട് കാലം ജിന്നുകളുടെ കൂടെയാ പിന്നെ താമസിച്ചത്. അവരുടെ താവളത്തിൽ നിന്ന് മാസങ്ങൾ കഴിഞ്ഞ് മോചനം കിട്ടി തിരിച്ചു വന്നപ്പോ ഖുറാഫ് അങ്ങനെ പറയാൻ തുടങ്ങി. ജിന്നുകളുടെ കൂടെ കഴിഞ്ഞപ്പോൾ അവരുണ്ടായ അനുഭവങ്ങളൊക്കെ, അവരുടെ ഭക്ഷണം, അവരുടെ കൂടെ ഉണ്ടായ അനുഭവങ്ങളൊക്കെ ഇയാളെങ്ങനെ കഥ പറയാൻ തുടങ്ങി. അപ്പോഴാൾക്കാർ പറയാൻ തുടങ്ങി, ഇത് ഖുറാഫിന്റെ വർത്താനം പോലുണ്ട്. അങ്ങനെയാണ് ഈ ഖുറാഫത്തരം എന്നൊക്കെയുള്ള, ഖുറാഫി എന്നൊക്കെയുള്ള പ്രയോഗം, ഖുറാഫ എന്ന മനുഷ്യന്റെ ജിന്നുകഥകൾ കേട്ടപ്പോ ജനങ്ങൾ പറഞ്ഞുണ്ടാക്കിയൊരു പ്രയോഗമാണത്. ഇത് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് പെണ്ണിന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഖുറാഫയുടെ വർത്തമാനം പോലുണ്ടല്ലോ നബിയെ. ആരോടായി പറയുന്ന? അഷ്റഫുൽ ഖൽഖിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ നേരെ അതിനെ മറികടക്കുകയാണ്. ആരാ ഖുറാഫ, നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ച പോലെ. ആയിഷ ബീവിയുടെ ചോദ്യം, അമാലക ശൈത്വാൻ, നിങ്ങൾക്ക് ശൈത്വാനില്ലേ നബിയെ? ബലാ, ഉണ്ട് ആയിഷ, എനിക്കുണ്ട്. വലാകിന്നഹു അസ്ലം, അവനിപ്പോ മുസ്ലിമാണ് ആയിഷ. ഫലാ യഅ്മുറുനി ഇല്ലാ ബിഖൈറിൻ, നന്മയല്ലാതെ മറ്റൊന്നും അവനോട് കൽപ്പിക്കാറില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബീവിയുടെ ചോദ്യത്തിന് മറുപടി പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്വലാത്തും കൂടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി.